ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെഞ്ഞാറമൂട് 5 പേരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അല്ലേ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത വിഷയം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അഫാനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അഫാനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ എല്ലാം ഇവനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്വന്തം ഉമ്മയോട് ചെയ്ത ക്രൂരതയാണ് ആദ്യം പറഞ്ഞത്. അഫാനും ഉമ്മയും വീട്ടിലിരിക്കുകയായിരുന്നു. അവർ എന്ത് ചെയ്തു? ആദ്യം തന്നെ അവർക്ക് ആത്മഹത്യ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മയ്ക്കതൊരു പേടിയായിരുന്നു. എങ്ങനെ ആത്മഹത്യ ചെയ്യും? കടബാധ്യത കാരണം ഇവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നി. പക്ഷേ മകൻ എന്ത് ചെയ്തു? അവരിങ്ങനെ ഹാളിലിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ ഷോളിലങ്ങ് ഇട്ട് കഴുത്തങ്ങ് മുറുക്കി. കഴുത്ത് മുറുക്കിയിട്ട് ഉമ്മനെ ഒരു റൂമിലോട്ട് കൊണ്ടുപോയിട്ടു. പക്ഷേ ഉമ്മ അപ്പോഴും മരിച്ചില്ലായിരുന്നു. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു? ഉമ്മ മരിക്കാത്തതുകൊണ്ട് ഉമ്മയെ വീണ്ടും ചുറ്റിക കൊണ്ടൊക്കെ തലക്കടിച്ച്. പക്ഷേ എന്നിട്ടും ആ ഉമ്മ മരിച്ചില്ല. അത് വലിയൊരു സംഭവമാണ് കേട്ടോ. കാരണം ഇത്രയും ക്രൂരതകൾ ഈ ഉമ്മയോട് ചെയ്തിട്ടും ഉമ്മ മരിച്ചില്ല. ഈ ഉമ്മയെ മാക്സിമം ഉപദ്രവിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് വല്യുമ്മയുടെ അടുത്താണ്, വാപ്പയുടെ ഉമ്മയുടെ അടുത്ത്. പക്ഷേ അവിടെ പോയിട്ട് ആ ഉമ്മയെയും നല്ല രീതിയിൽ ഉപദ്രവിച്ചു. അവരോട് പോയി പറഞ്ഞു, എൻ്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞേ. പോലീസിനോട് പറഞ്ഞ കാര്യമാണ്. ഈ ഉമ്മൂമ്മയോട് പറയുകയാണ്, എൻ്റെ ഉമ്മ പോയടി. പക്ഷെ അതിനുശേഷം ആ വല്യമ്മയെ ഉപദ്രവിച്ചു, ആളെയും കൊന്നു. എനിക്കൊന്ന് ചുറ്റിക കൊണ്ടാണ് അടിച്ച് ആളെയും കൊന്നത്. പക്ഷേ ഇത്രയും പ്രായമായ ഒരു ഉമ്മയോട് എങ്ങനെ ഈ ഒരു ക്രൂരത ചെയ്തു എന്ന് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വാപ്പയുടെ ഉമ്മയാണെങ്കിൽ ആൾക്ക് ഗോൾഡ് കൊടുത്തൊക്കെ ആദ്യം സഹായിച്ചിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ചോദിക്കുമ്പോൾ അവർ കൊടുത്തില്ല. കൊടുക്കാത്ത ദേഷ്യത്തിലാണ് അവരെ അങ്ങ് കൊന്നത്. അങ്ങനെ ഈ ഉമ്മയെ കൊന്നതിന് ശേഷം നേരെ പോയത് മൂത്തുപ്പയുടെ അടുത്ത്. മൂത്തുപ്പയെയും കൊന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പോലീസിനോട് ഓരോ കാര്യങ്ങളും അഫാൻ വ്യക്തമായി പറയുകയാണ്. നമ്മളൊക്കെ സ്ക്രീനിൽ കണ്ടു, ഓരോ വാർത്തയിലും കാണുന്നുണ്ട്. ഒരു സങ്കടമോ ഒന്നും ഒരു പയ്യൻ്റെ മുഖത്ത് കാണുന്നില്ല. ഇത്രയും പേരെ ഇങ്ങനെയും ക്രൂരമായിട്ട് കൊന്നിട്ട് ആളങ്ങ് ധൈര്യത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, പിന്നെ ഞാൻ ആളുടെ ഫോൺ അങ്ങ് വലിച്ചെറിഞ്ഞു. അതേപോലെ തന്നെ ഈ മൂത്തപ്പയെ കൊന്നതിന് ശേഷം മൂത്തപ്പയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു കൊന്നു. അതിനുശേഷം അയാളുടെ ഭാര്യയെയും കൊന്നു അല്ലേ? അതിനുശേഷം ആളെന്ത് ചെയ്തു? മൂത്തപ്പയുടെ വണ്ടിയുടെ ചാവിയും മൊബൈലും അതും എടുത്തിട്ട് വരുന്ന സമയത്ത് അങ്ങ് ദൂരെ എറിഞ്ഞു. അതൊക്കെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് അഫാൻ വീണ്ടും വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം ആളോട് എല്ലാ കാര്യങ്ങളും, ആ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നു, ആളോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. പിന്നെ ഉമ്മയെ കൊന്നു, അതേപോലെ ഇവരെയൊക്കെ കൊന്ന കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടി സങ്കടത്തിലിങ്ങനെ തലയിൽ കൈയും വെച്ചിരിക്കുന്ന സമയത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ആളെയും ചുറ്റിക കൊണ്ട് ശക്തമായി അടിച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം സ്വന്തം അനിയനോടാണ് ഈ ഒരു ക്രൂരത ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും കൊന്നു അല്ലേ? ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ അഫാനെ വെച്ചിട്ട് എത്ര പേരാണ് ദിവസം ക്യാഷ് ഉണ്ടാക്കുന്നത് യൂട്യൂബ് വഴി അല്ലേ? ഓരോ വാർത്തയിലും ഓരോ കാര്യങ്ങളാണ്. എത്ര ചാനൽസാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവനാണെങ്കിലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് ഇപ്പോൾ ജയിലിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഇനി അവസാനം ആൾക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം എത്തി നിൽക്കുന്നത് ഉമ്മയാണ് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാരണക്കാരി എന്നുള്ളതാണ്. എല്ലാ വാർത്തയിലും കേൾക്കുന്നുണ്ട്, ഉമ്മ കാരണമാണ് ഈ മകന് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. മുമ്പൊക്കെ ഉപ്പനെ പറഞ്ഞു, ഇപ്പോൾ പറയുന്നുണ്ട് ഉമ്മയാണ് ഈ ക്യാഷൊക്കെ കടം വാങ്ങാനൊക്കെ സാഹചര്യം ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അഫാന് ഉമ്മനോട് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കാരണം ക്യാഷ് കടം വാങ്ങി, കുറേ പലിശക്ക് വാങ്ങി. പിന്നെ അതുപോലെ മറ്റുള്ള അയൽവാസികളോടും ഫാമിലീസിനോടൊക്കെ കടം വാങ്ങി.
ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ആൾ ഓരോരുത്തരോട് കടം വാങ്ങുകയാണ്. ദിവസവും നല്ല ക്യാഷ് വേണം. പലിശക്കാർക്ക് കൊടുക്കണമെങ്കിൽ തന്നെ അറിയാലോ അല്ലേ, ഒരാളോട് നമ്മളൊന്ന് പലിശക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അങ്ങ് പോയി. ചെറിയൊരു പൈസ വാങ്ങിക്കഴിഞ്ഞാൽ പോലും ഒരിക്കലും അയാൾക്ക് പിന്നെ ലൈഫിലൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ശരിക്കും ഇവിടെ വില്ലനായി വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പലിശയാണ്. പലിശക്ക് നമ്മൾ ഒരാളോട് പൈസ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാസമാകുമ്പോൾ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അവർ നമ്മളെ അങ്ങ് ഉപദ്രവിക്കും. മീൻസ് ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തും. പണ്ടൊക്കെ കുറേ ആൾക്കാർ നമ്മൾ കാണാറില്ലേ ആത്മഹത്യ ചെയ്യുന്നതും, പലിശ കാരണവും ബാങ്ക് ലോൺ കാരണമൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് കാണാം. ഒരുപക്ഷെ ഇവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന് കാണും. ദിവസവും നല്ലൊരു പൈസ പലിശ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഇവരെങ്ങ് ഭീഷണിപ്പെടുത്തും. ഈവൻ കൊല്ലുമെന്ന് പറഞ്ഞവരെയൊക്കെ ഭീഷണിപ്പെടുത്താനും ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ അത് കാരണമായിരിക്കാം ഈ ഒരു പയ്യൻ ഇങ്ങനെ ചെയ്തത്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിന്തിച്ച് ഒന്നും എവിടെ എത്തുന്നില്ല. ഞാൻ ആ പയ്യൻ്റെ മുഖം ഇങ്ങനെ ഓരോ വീട്ടിലും ഇങ്ങനെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോവാണ്. ഈ കൊന്ന കാര്യങ്ങളൊക്കെ ഒരു തമാശ പോലെ ഇങ്ങനെ നമുക്ക് അതൊരു എന്താ പറയുക, അത് കേൾക്കുമ്പോൾ ഇത് സിനിമയാണോ അല്ലെങ്കിൽ ലൈഫാണോ, ഇത് റിയാലിറ്റി ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ അവൻ്റെ ഒരു മൈൻഡിനകത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലേ, അവൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയേ. സ്വന്തം ഫാമിലീസിനെ മൊത്തം അങ്ങ് കൊന്നില്ലേ. ഇനി അവന് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ എങ്ങനെ നടന്ന് എങ്ങനെ ഫേസ് ചെയ്യും അല്ലേ. അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ ഇപ്പോൾ അഫാൻ്റെ ഉമ്മ ഏകദേശം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ചെറിയ മകൻ മരിച്ച കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരൊക്കെ മരണപ്പെട്ട വിവരമൊക്കെ ഇവന് ഇങ്ങനെ ചെയ്തതൊക്കെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഉമ്മ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഉമ്മ പറയുന്നത് എൻ്റെ മകൻ എവിടെ എന്നുള്ളതാണ്. എൻ്റെ മകൻ അഫാൻ എവിടെ, അവനെ എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ടെന്ന്. പക്ഷേ ഇനി ബാക്കിയുള്ള സിറ്റുവേഷൻ എന്തെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഉമ്മയാണെങ്കിൽ മകനെ ഇതുവരെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുമില്ല. അപ്പം നമുക്കും ഡൗട്ടാണ്. കാരണം മകൻ മാത്രമായിരിക്കില്ല അവിടെ കുറ്റക്കാരനായി വരുന്നത്, ഉമ്മയുടെ സപ്പോർട്ടും ഉണ്ടാവും. ഒരു പക്ഷേ ഇവർക്ക് കടം കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളോട് വാങ്ങിച്ചത് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇവർ ഓരോ വഴി അങ്ങ് ആശ്രയിച്ചതായിരിക്കാം അല്ലേ. പക്ഷേ ഒരിക്കലും ഇനി ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പലിശ, ഇത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൽ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നല്ല മറ്റു സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയും പറയാൻ പറ്റില്ല, നമുക്ക് നടക്കുന്നുണ്ടാവും, നമുക്ക് അറിയില്ല അത്. പക്ഷെ അതിനും ഒരു പരിധിയുണ്ട്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഒരാളോട് 1 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മാസം 10,000 കാണും കൊടുക്കണം, അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു നാട്ടിലൊക്കെ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, 10 ലക്ഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാസം നമ്മൾ എത്ര കൊടുക്കണം? പക്ഷേ ഈ വാങ്ങിക്കുന്നവന് ഒരു എന്താ പറയുക, ഒരു കണ്ണിൽ ചോര പോലും ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മുടെ ഇസ്ലാമിൽ പറയുന്നുണ്ട്, പലിശ കൊടുക്കലും അതേപോലെ തന്നെ പലിശ വാങ്ങലും ഹറാമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ മുസ്ലിംസ് ആണെന്ന് കേട്ടു. പക്ഷെ എന്താണെന്നറിയില്ല കേട്ടോ, എന്താ ഇവർക്കൊക്കെ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. ഒരിക്കലും ഈ പലിശക്ക് വാങ്ങാനോ ബാങ്ക് ലോൺ എടുക്കാനോ അങ്ങനെയൊന്നും പോകരുത്. നമുക്ക് പറ്റാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കാം. മോഷ്ടിക്കാൻ പോകുന്നതല്ലല്ലോ അല്ലേ. നമുക്ക് പറ്റാവുന്ന ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അഫാന് തന്നെ ഇതൊക്കെ ഇവൻ്റെ കടങ്ങൾ, ബാധ്യതകൾ, പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും ചാനലിൽ വന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല സൊല്യൂഷൻ ഉണ്ടാവുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അവരെ വീഡിയോ വാച്ച് ചെയ്യുമായിരുന്നു. അവർക്ക് നല്ലൊരു വരുമാനം അതിൽ കിട്ടുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കൊലപാതകം ഒന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല, മറ്റുള്ളവരൊന്നും അറിയാനും പറ്റില്ല. എല്ലാം അങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചു. അവസാനം ഇത്രയും ആൾക്കാരെ കൊല്ലേണ്ടി വന്നു. അവൻ്റെ ജീവിതവും കളഞ്ഞു, മറ്റുള്ളവരുടെ ജീവിതമൊക്കെ അങ്ങ് നശിപ്പിച്ചു. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാർ ഇനിയും ഇഷ്ടം പോലെ ഉണ്ടാവാം, ഇതുപോലെ കടം കയറി നിൽക്കുന്നവർ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ അഫാനെ വെച്ചിട്ട് എത്ര പേര് ക്യാഷ് ഉണ്ടാക്കി. ഇപ്പോൾ ഈവൻ ഞാനും യൂട്യൂബിനകത്ത് സംസാരിക്കുന്നുണ്ട് അല്ലേ. ഒരുപക്ഷെ നമുക്കും ചില വീഡിയോസിന് ഇൻകം കയറാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമുക്ക് അറിയില്ല, ഇതൊക്കെ ഓരോ വഴി കൂടി ഇങ്ങനെ വരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക.
നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാതിരിക്കില്ല. അല്ലാതെ എല്ലാം മനസ്സിനകത്ത് ഇങ്ങനെ എന്താ പറയുക വിങ്ങി പൊട്ടി ഇങ്ങനെ അടക്കി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ പറ്റും. നമ്മൾ അഭിമാനം കാര്യങ്ങളൊന്നും നോക്കണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് വിട്ടേക്കുക. നമ്മൾ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് മനസ്സിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ പറയും അവർ അഹങ്കാരിയാണ്. ഇപ്പം തന്നെ ഇവരെയൊക്കെ എന്താ പറയുന്നത്, അവർ അഹങ്കാരികളായിരുന്നു, കൂടുതൽ ക്യാഷ് അങ്ങ് ചിലവഴിച്ച് അവസാനം ഈ ഒരു അവസ്ഥയിലായി, ദൂർത്തടിച്ചു, എന്താ പറയുക ക്യാഷ് കൂടുതൽ കളഞ്ഞതാണ്, അങ്ങനെയൊക്കെയുള്ള പേര് മാത്രമേ അവർക്കുള്ളൂ. അതും കൂടാതെ ഇത്രയും ആൾക്കാരെ കൊന്നു, ആ ഒരു പേരും കൂടി കിട്ടി അല്ലേ. പക്ഷേ നമ്മൾ എന്തുണ്ടെങ്കിലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ല, പരിഹാരം കാണാത്ത പ്രശ്നങ്ങളില്ല. അപ്പോൾ ആൾക്കാരോട് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അത് മാത്രമല്ല, ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക, പലിശക്ക് വാങ്ങുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. അത് നിങ്ങളുടെ ലൈഫിനെ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് പിന്നെ അവസാനം ഒന്നും ചെയ്യാൻ പറ്റില്ല. പലിശ നമ്മൾ എപ്പോൾ കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ പ്രശ്നങ്ങളായിരിക്കും. സമാധാനം നമ്മുടെ ലൈഫിൽ നിന്നങ്ങ് പോകും. പിന്നെ അത് നമുക്ക് കൊടുത്ത് തീരില്ല. നമ്മുടെ കടം അത് അവിടെ തന്നെ നിൽക്കും അല്ലേ. അതിനേക്കാളും നിങ്ങൾ ചിട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ചിട്ടിയാണെങ്കിൽ അതിന് പലിശ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്കതിനെപ്പറ്റിയും വലിയ അറിവില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഒരിക്കലും പലിശക്ക് കൊടുക്കാനോ വാങ്ങാനോ പാടില്ല. നമ്മുടെ ഇസ്ലാമിൽ അതില്ല, ഹറാമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും പലിശ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോളുക. അത് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ അങ്ങ് ബാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. എന്തെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വെയിറ്റ് ചെയ്യാം അഫാൻ്റെ ഇനിയുള്ള ലൈഫ് എങ്ങനെയുള്ളതാണെന്നുള്ളത്. പിന്നെ അതുകൂടാതെ അഫാൻ്റെ ഉമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.